ബൈബിൾ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും, വിശേഷാൽ സൂമിൽ കൂടെയും യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ലിങ്ക്സ് ഉപയോഗിച്ചും ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും സ്വാഗതവും അറിയിക്കട്ടെ. ദൈവവചനം അതിപ്രധാനമാണ് എന്ന് നാം എല്ലായ്പ്പോഴും ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രകാശം നൽകുന്നു. നമ്മുടെ മുമ്പോട്ടുള്ള പാതയിൽ ദൈവവചനത്തിൻ്റെ ഈ പ്രകാശം, ഈ വെളിച്ചം നമുക്കില്ലെങ്കിൽ നാം അറിയാതെ നാം തട്ടി വീഴുവാൻ, സ്റ്റംബിൾ ചെയ്യുവാൻ ഇടയാകും. അതുകൊണ്ട് ദൈവവചനം നാം ഏറ്റവും മുഖ്യമായി കരുതുകയും ആ വചനത്തെ സ്വീകരിച്ച് അതിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഈ ബൈബിൾ പഠന പരമ്പരയുടെ അവസാനത്തെ ക്ലാസ്സാണ്. 25ാമത്തെ ഈ ഭാഗത്തേക്ക് നാം വന്നിരിക്കുന്നു. നാം പഠിച്ച കാര്യങ്ങളെ, ചിന്തിച്ച കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ വീണ്ടും ഓർമ്മയിൽ വരുത്താം. ഇന്ന് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 42 മുതൽ അവസാനം വരെയും പിന്നെ 16-ാം അധ്യായം 1 മുതൽ 20 വരെ, അതിൻ്റെ അവസാനം വരെയുള്ള വചനങ്ങളാണ് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗങ്ങളെ നാം 4-5 ചെറിയ ഭാഗങ്ങളായി, പാരഗ്രാഫ്സ് ആയിട്ട് തിരിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നാം ഭാഗത്തിലേക്ക് വരാം. മർക്കോസ് 15-ാം അധ്യായം 42 മുതൽ 47 വരെ. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സസ് 42 to 47. നമുക്ക് ആ ഭാഗം വായിക്കാം. വൈകുന്നേരമായപ്പോൾ ശബ്ബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ ആകുകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ട് ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ട് ഒട്ടു നേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസഫിന് നൽകി. അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പൊതിഞ്ഞു. പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറ വാതിക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു. അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കി കണ്ടു. 43 മുതൽ 46 വരെ നോക്കിയാൽ, യേശുവിനെ അടക്കം ചെയ്യാനായിട്ട് അരിമത്യക്കാരനായ യോസഫ് എന്ന ഒരു മന്ത്രി, ദൈവരാജ്യത്തെ കാത്തിരുന്നവനായ യോസഫ് വന്നു. മറ്റ് സുവിശേഷങ്ങളിലൊക്കെയും ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ യോസഫ് ആ സമൂഹത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു സന്നിധ്യം എന്ന് പറയുന്ന ആ സംഘത്തിന്റെ ഒരു അംഗമായിരുന്നു. കൗൺസിൽ മെമ്പർ ആയിരുന്നു. യഹൂദന്മാരുടെ ഉന്നതമായ ഒരു കൂട്ടമാണ് ഈ സന്നിധ്യം സംഘടന, സന്നിധ്യം സംഘം. അതിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രോമിനന്റ് മെമ്പർ ആയിരുന്നു. കൂടാതെ യേശുക്രിസ്തുവിന്റെ ഒരു രഹസ്യ ശിഷ്യനും കൂടെ ആയിരുന്നു. യേശുവിനെ പരസ്യമായി ഏറ്റുപറയാൻ യഹൂദന്മാർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെയാണ് നേതാക്കന്മാർ ആളുകളോട് സംസാരിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ വായിക്കുന്നു, അദ്ദേഹം ദൈവരാജ്യത്തെ കാത്തിരുന്നവനായിരുന്നു. ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്. നിത്യതയിലേക്ക് പോകുന്ന ദൈവരാജ്യത്തെ കാത്തിരുന്ന ഒരുവനായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരു നല്ല സാക്ഷ്യമാണ് ഈ യോസെഫിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഈ ഭാഗം വായിച്ചപ്പോൾ നാം ശ്രദ്ധിച്ചല്ലോ, മറ്റാരും യേശുവിൻ്റെ ശരീരം മാന്യമായി എടുത്ത് അടക്കം ചെയ്യുവാനുള്ള ഒരു ഉത്സാഹം ആരും കാണിക്കാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ ആർക്കും അത് കഴിയാതിരുന്നപ്പോൾ, ഈ രഹസ്യ ശിഷ്യനായ ഈ യോസെഫിനെ, അരിമത്യക്കാരൻ യോസെഫിനെ ദൈവം മുമ്പോട്ട് ആനയിച്ചു, അതിനെ ഉത്സാഹിപ്പിച്ചു. അദ്ദേഹം ധൈര്യത്തോടെ ചെന്ന്, റിസ്ക് എടുത്തുകൊണ്ട്, നഷ്ടസാധ്യതകളെ അവഗണിച്ചുകൊണ്ട് പീലാത്തോസ് എന്ന ഗവർണറുടെ അടുത്ത് ചെന്ന് യേശുവിൻ്റെ ശരീരം എനിക്ക് തരിക, ഞാൻ ആ ശരീരം അടക്കം ചെയ്യാം എന്ന് പോയി പറഞ്ഞു. സാധാരണ മനുഷ്യർക്ക് ഗവർണറുടെ ഓഫീസിൽ കയറി ചെല്ലുവാൻ, വീട്ടിൽ ചെല്ലുവാൻ സാധ്യമല്ല എന്ന് തിരുവനന്തപുരത്ത് നമുക്കറിയാമല്ലോ. അതിന് പല പല കടമ്പകളും കടക്കണം. എന്നാൽ ഈ അരിമത്യയിലെ യോസഫ് യഹൂദ മതത്തിലെ ഉന്നതനായ ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പീലാത്തോസിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുവാൻ അതിന് കഴിയുമായിരുന്നു. അദ്ദേഹം വില കൊടുത്ത്, അതിൻ്റെ റിസ്ക് എടുത്ത് ആണത് ചെയ്തത്. എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരെ പേടിച്ച്
ആർക്കും യേശുവിനെ അനുകൂലിക്കുവാൻ സാധ്യമായിരുന്നില്ല. തൻ്റെ സമൂഹത്തിലെ മാന്യതയും അതുപോലെ സ്ഥാനമാനങ്ങളും ഒക്കെയും പോയെങ്കിൽ പോകട്ടെ എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ടാണ് മത നേതാക്കന്മാരുടെ വിരോധം സമ്പാദിക്കാൻ സാധ്യതയുണ്ട്, അവർ നെറ്റിചൂളിക്കും, അവർ തനിക്കെതിരാകും എന്നൊക്കെ അറിഞ്ഞിട്ടും യേശുവിനോടുള്ള സ്നേഹനിമിത്തം ധൈര്യത്തോടെ ഒരു സ്റ്റെപ്പ് എടുത്ത് ഈ അരിമത്തിയിലെ ജോസഫ് മുമ്പോട്ട് പോവുകയാണ്. അത് നമുക്കൊക്കെയും നല്ലൊരു മാതൃകയാണ്. ആവശ്യം വരുമ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നാം ഒരുങ്ങിയിരിക്കണം. യോസഫ് മാത്രമല്ല, യോസഫിനോടൊപ്പം നിക്കോദിമോസ് എന്ന ആ ഒരു റബിയും യഹൂദ നേതാവും ഉണ്ടായിരുന്നു. അദ്ദേഹവും സന്നിധിയും സംഘത്തിന്റെ ഒരു പ്രമുഖ അംഗമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38 മുതലുള്ള 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ ഈ കാര്യം പറയുന്നുണ്ട്. യോസഫിനോട് ചേർന്ന് നിക്കോദിമോസും കൂടെ വന്ന് രണ്ടുപേരും ചേർന്നാണ് യേശുവിന്റെ ശരീരം അടക്കം ചെയ്തത്. വായിക്കാം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തയിലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദപ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. മതി. ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക. നിക്കോദിമോസും ആ സമൂഹത്തിലെ വളരെ പ്രമുഖനായ ഒരു വലിയ മത നേതാവായിരുന്നു, റബ്ബി ആയിരുന്നു, ഗുരുവായിരുന്നു. അദ്ദേഹവും യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാരെ പേടിച്ച് രാത്രിയിൽ യേശുവിന്റെ അടുത്ത് എന്ന് യേശുവുമായിട്ട് സംസാരിക്കുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് എന്നൊക്കെയും യേശു അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹം യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. നമുക്കും ഇതൊരു മാതൃകയാണ്. ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റാരും ഇല്ലാതിരിക്കുമ്പോൾ കർത്താവെ ഞാനിവിടെ ഉണ്ട്, ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് നാം ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിൽ വലിയൊരു അനുഗ്രഹമുണ്ട്. അതാണ് ഈ 2 രഹസ്യ ശിഷ്യന്മാരുടെ കാര്യത്തിൽ നാം കാണുന്നത്. ഇനിയും നാം കാണുന്നു യേശുവിന്റെ മരണം. പല ആളുകളും ഇന്നും അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. വിശേഷിച്ചും ഇസ്ലാമിക വിശ്വാസികളൊക്കെയും യേശു മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ യേശു അവിടെ നിന്ന് രക്ഷപ്പെട്ട്, കുരിശിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെയും തെറ്റായി പഠിപ്പിക്കുന്ന പലരുമുണ്ട്. എന്നാൽ ഈ ഭാഗം നമുക്ക് നോക്കിയാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ മരണം അനേകം പേർ സാക്ഷീകരിക്കുന്നു. ഒന്ന്, യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലുവാൻ നേതൃത്വം കൊടുത്ത ശതാധിപൻ, സെഞ്ചൂറിയൻ, അത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് അതുണ്ട്. ഗവർണറായിരുന്ന പീലാത്തോസും അത് സമ്മതിച്ചു. അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അരിമത്തിയിലെ യോസഫ് അത് ഡിക്ലെയർ ചെയ്ത് ഏറ്റു പറഞ്ഞു. താൻ അതുകൊണ്ടാണ് അടക്കുവാനായിട്ട് വന്നത്. അന്നത്തെ മത നേതാക്കന്മാരൊക്കെയും യഹൂദന്മാരുടെ നേതാക്കന്മാരൊക്കെയും പീലാത്തോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അവൻ മരിച്ചു, അവനെ അടക്കിക്കഴിഞ്ഞ് അവന്റെ ശിഷ്യന്മാർ അവനെ കട്ടുകൊണ്ടു പോകരുത്, അതുകൊണ്ട് അതിന് വേണ്ട ബന്ദോബസ്ത് ഏർപ്പെടുത്തണം, സുരക്ഷ കൊടുക്കണം എന്നൊക്കെയും പറഞ്ഞു. എല്ലാ യഹൂദ നേതാക്കന്മാരും യേശുവിന്റെ മരണം സ്ഥിരീകരിച്ചു. മാത്രമല്ല, ഇവിടെ നാം വായിക്കുന്നത് പോലെ യേശുവിനെ അനുഗമിച്ചു വന്ന പല പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരൊക്കെയും യേശുവിന്റെ കുരിശിങ്കലും പിന്നീട് യേശുവിനെ അടക്കാൻ കൊണ്ടുപോയ സമയത്തും ഒക്കെയും ദൂരെ നിന്ന് ഈ രംഗം വീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇവരെല്ലാവരും യേശുവിന്റെ മരണത്തെ കൺഫേം ചെയ്തതായിട്ട്, ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് യേശുവിന്റെ മരണം ഒരു കെട്ടുകഥയല്ല, അത് യഥാർത്ഥമായിട്ടും സംഭവിച്ചതാണ്. ദൈവവചനത്തെ നമുക്ക് ആ രീതിയിൽ വിശ്വാസത്തോടെ എടുക്കുവാൻ സാധിക്കും. 46-ാം വാക്യം നോക്കുക. അരിമത്തിയിലെ യോസഫും ഒപ്പം അദ്ദേഹത്തിന് സഹായിയായിട്ട് നിക്കോദെമോസ് എന്ന ആ റബിയും ഉണ്ടായിരുന്നു. അവർ ശീലയിൽ പൊതിഞ്ഞ് യഹൂദന്മാരുടെ രീതി അനുസരിച്ച് സുഗന്ധവർഗമൊക്കെയും ആ ശീലയിൽ വെച്ച് ചുറ്റി പൊതിഞ്ഞ് പ്രത്യേക രീതിയിൽ ആണ് അവരടക്കം ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ യേശുവിന്റെ ശരീരം അവർ വളരെ ആദരവോടെ അടക്കം ചെയ്തു. ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത പാറയിൽ വെട്ടിയിരുന്ന ഒരു പുതിയ ഒരു കല്ലറയിൽ, നമ്മുടെ നാട്ടിലെ കല്ലറ പോലെയല്ല അവിടുത്തേത്. ഒരാൾക്ക്, പൊക്കമുള്ള ഒരാൾക്ക് നേരെ നടന്ന് കയറി ചെല്ലുവാൻ കഴിയുന്നത് പോലെയുള്ള ഒരു വാതിൽ അതിനുണ്ടായിരിക്കും. അതിനകത്താണ് ശവപ്പെട്ടി വെക്കുന്ന സ്ഥലം. അവിടെയാണ് യേശുവിനെ വെച്ചത്. അരിമത്തിയിലെ യോസഫ് അദ്ദേഹം യേശുവിനെ അടക്കം ചെയ്ത ശേഷം ആ കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. കല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, വലിയ വൃത്താകൃതിയിലുള്ള ഒരു വലിയ സ്ലാബ് അല്ലെങ്കിൽ വലിയൊരു കല്ല്
അങ്ങനെ ഉരുട്ടിക്കൊണ്ട് വെക്കാവുന്ന ഒരു വൃത്താകൃതിയിലുള്ള ഒരു കല്ലായിരുന്നു അത്. അത് വാതിൽക്കൽ വെച്ച് അവര് പോവുകയാണ് ചെയ്തത്. എന്നാൽ അത് മാത്രമല്ല, അതിനുശേഷം യഹൂദ മത മേധാവികൾ പീലാത്തോസിന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, കല്ലറയ്ക്ക് മുദ്ര വെക്കണം, കാവൽ നിർത്തണം. അങ്ങനെ റോമൻ സർക്കാരിന്റെ പ്രത്യേകമായ മുദ്ര, ആരും ഈ കല്ല് ഇളക്കാത്ത വണ്ണം ശക്തമായ രീതിയിൽ അതിന് ബന്ദവസാക്കിക്കൊണ്ട് മുദ്ര വെച്ചു. മാത്രമല്ല, റോമൻ പടയാളികളെ ഈ കല്ലറ കാക്കുവാനായിട്ട് 3 ദിവസത്തേക്ക് അവിടെ ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ഈ അടക്കം നടത്തിയത്. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ നോക്കുക. മാത്യൂസ് ഗോസ്പൽ 27 verses 65-66 വായിക്കാം. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. വളരെ ഭദ്രമായി ആ കല്ലറ മുദ്ര വെച്ചു. റോമൻ ഗവൺമെന്റിന്റെ മുദ്രയാണ്, ആർക്കും അത് പൊളിക്കുവാൻ സാധ്യമല്ല. അത് വളരെ ശക്തമാണ്. മാത്രമല്ല, ആ കല്ല് സാധാരണക്കാർക്ക് ഉരുട്ടി മാറ്റുവാൻ കഴിയാത്ത വളരെ വെയിറ്റുള്ള, ബലമുള്ള ഒരു വലിയ കല്ലായിരുന്നു ഉരുട്ടി വെച്ചത്. മാത്രമല്ല, റോമൻ പടയാളികളും അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഇതാണ് സാഹചര്യം. നോക്കുക, വളരെ സൈലന്റായി, വളരെ ശാന്തമായി ഈ ശിഷ്യന്മാരൊക്കെയും അവർക്ക് ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യും. രഹസ്യ ശിഷ്യന്മാരായിരുന്നു. എന്നിട്ട് കൂടെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ അവർ ചെയ്തു. നമ്മെക്കുറിച്ചും ദൈവം അത് ആഗ്രഹിക്കുന്നു. മറ്റാരും ഒന്നും ചെയ്യാൻ വരുന്നില്ല, പക്ഷെ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു വിശ്വാസിയാണ്, ഞാനൊരു ശിഷ്യനാണ്. എനിക്ക് ചെയ്യാൻ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. അത് മാത്രമല്ല, ഈ സഹോദരിമാർ വന്ന് 47-ാം വാക്യം നോക്കുക. അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കിക്കണ്ടു. എവിടെയാണ് യേശുവിനെ അടക്കുന്നത് എന്നൊക്കെ ഈ സ്ത്രീകൾ നടന്ന് അതൊക്കെയും കണ്ട ശേഷമാണ് അവർ വീട്ടിൽ പോയത്. വളരെ സൈലന്റ് ആയിട്ടുള്ള മിനിസ്ട്രി, വലിയ ശക്തമായ ഒരു മിനിസ്ട്രി അവർ ചെയ്തു. നമ്മെക്കുറിച്ചും ദൈവം അത് ആഗ്രഹിക്കുന്നു. ഈ സഹോദരിമാരുടെ ഈ പങ്കാളിത്തവും വളരെ വിലപ്പെട്ടതാണ്. നമുക്കവിടെ കാണാൻ സാധിക്കും. യേശുവിനെ ക്രൂശിക്കുമ്പോൾ ഈ സ്ത്രീകൾ, മഗ്ദലക്കാരത്തി മറിയയും മറ്റു ചില സ്ത്രീകളൊക്കെയും കുറെ ദൂരം മാറി നിന്ന് ഈ ക്രൂശീകരണമൊക്കെയും അതിന് ദൃക്സാക്ഷികളായി അത് കണ്ടുകൊണ്ട് അവർ നിന്നു. കർത്താവിനോടുള്ള, യേശുവിനോടുള്ള ആ മഹത്തായ വലിയ സ്നേഹനിമിത്തമാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് ശിഷ്യന്മാരൊക്കെയും ഈ സമയം ഓടിപ്പോയി എന്ന് നമുക്കറിയാം. എന്നാൽ ഈ സ്ത്രീകൾ, അവർ ബലഹീനരാണ്. അവർ യേശുവിൻ്റെ കല്ലറ വരെയും ചെന്നു, പിന്തുടർന്നു. അതിൻ്റെ കാരണം യേശുവിനോടുള്ള സ്നേഹവും ഭക്തിയും അവരുടെ ശുഷ്കാന്തിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ദൈവം അവർക്കൊരു വലിയ അനുഗ്രഹം കൊടുത്തു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യത്തെ സാക്ഷികൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റ് ചില സ്ത്രീകളും ഒക്കെ ആയിരുന്നു. അവർക്കാണ് അധികാലത്തെ ഈ കല്ലറയിൽ പോകാനും ദൈവദൂതന്മാരുടെ ശബ്ദം കേൾക്കുവാനും, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ശബ്ദം കേൾക്കുവാനും, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വർത്തമാനം വീട്ടിൽ ചെന്ന ശിഷ്യന്മാരെ കേൾപ്പിക്കുവാനും ഒക്കെ സാധിച്ച ആ വലിയ അനുഗ്രഹം അവർക്ക് ലഭിച്ചു. അവരെ സംബന്ധിച്ച് വലിയ കഴിവുള്ളവരല്ല. അവർക്ക് മുമ്പിൽ പല പല പരിമിതികളുമുണ്ട്. എന്നിട്ടും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്തു. ഇത് എല്ലാ സഹോദരിമാർക്കും ഒരു വെല്ലുവിളിയാണ്. ഈ കാര്യം തുടർന്നും അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 2-ാം ഭാഗത്തേക്ക് പോകാം. അത് 16-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. മർക്കോസ് 16-ാം അധ്യായം 1 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിക്കാം. ശബ്ബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ. ഇത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ രംഗമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. യേശുവിൻ്റെ ഉയർപ്പ്, അത് മാനവ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്തുത്യർഹമായ
വലിയ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ 1-ാം വചനം നോക്കുക. യേശുവിനെ പോയി ഈ സുഗന്ധവർഗം ഇടുവാനായിട്ട് ഈ സ്ത്രീകൾ നേരത്തെ തന്നെ ശബത്ത് കഴിഞ്ഞപ്പോൾ, അതായത് ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശബത്ത് കഴിയും. അന്ന് വൈകുന്നേരം തന്നെ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് യേശുവിനെ എംബാം ചെയ്യേണ്ടതിന്, പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. അത് യഹൂദന്മാരുടെ ഒരു രീതിയാണ്. അവർ അതിന് വില കൊടുത്ത് അത് വാങ്ങി തയ്യാറാക്കി വെച്ചിരുന്നു. തക്ക സമയത്ത് കൊണ്ടുപോയി അത് തൈലം, അത് സുഗന്ധവർഗം ഇടുവാനായിട്ട് അവർ അതെല്ലാം തയ്യാറാക്കി വെച്ചു. അവർ ചെയ്യാവുന്നത് അവർ ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിനോടുള്ള, ക്രിസ്തുവിനോടുള്ള സ്നേഹനിമിത്തമാണ് അവർ ഇതൊക്കെയും ചെയ്തത്. 2-3 വാക്യങ്ങൾ നോക്കുക. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. ദൈവത്തിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാ ദൈവഭക്തന്മാരും എല്ലാ കാലത്തും അതികാലത്തെ നേരത്തെ തന്നെ ഉണർന്നെഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുക പതിവായിരുന്നു. ബൈബിളിൽ അനേകം ഭാഗങ്ങളിൽ അതികാലത്തെ അവർ എഴുന്നേറ്റ് പുറപ്പെട്ടു എന്നുള്ള ആ ഒരു പ്രയോഗം കാണാം. ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം രാവിലത്തെ സമയമാണ്. അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലത്തെ ഏർലി മോർണിംഗ് ടൈം ഏറ്റവും മുഖ്യമാണ്. അത് അത്യാവശ്യമില്ലാത്ത അപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത്. ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കുവാനും ആ വെളുപ്പിനുള്ള ആദ്യം എഴുന്നേൽക്കുമ്പോഴുള്ള സമയം എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. അവർ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചില ആങ്സൈറ്റികൾ, ചില ചിന്താകുലങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. എന്താണ് അവരുടെ മനസ്സിലെ ഭയം? കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയും എന്ന് അവർ വിചാരിച്ചുകൊണ്ടാണ് പോയത്. കാരണം ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ബലഹീനരാണ്. ഇത്ര വലിയ ഭാരമുള്ള ഒരു കല്ല് ഉരുട്ടി മാറ്റുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഒരല്പം ആങ്സൈറ്റി ഉണ്ട്, ഒരല്പം ഒരു ചിന്താഭാരം അവർക്കുണ്ട്. ആരെ ഉരുട്ടി മാറ്റും? എന്നാൽ അവർ ചെന്നപ്പോൾ, 4-ാം വാക്യം നോക്കുക, അവർ ചെന്നപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അതേറ്റവും വലിയതായിരുന്നു. ദൈവം തന്നെ അവിടെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവത്തിന് വേണ്ടി മനസ്സ് വെച്ച് നല്ല മനസ്സോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അവിടെ ഉണ്ടായിരിക്കും. വലിയ കല്ലുകൾ, വലിയ തടസ്സങ്ങൾ അവിടെ ഉണ്ട്. കല്ല് മാത്രമല്ല, അത് റോമൻ മുദ്ര വെച്ച് സീൽ ചെയ്തതാണ്. അത് പൊട്ടിക്കുവാനുള്ള അധികാരം ഇവർക്കില്ല. മാത്രമല്ല, അവിടെ റോമക്കാരുടെ പടയാളികൾ കാവൽ നിൽപ്പുണ്ട്. എന്നാൽ ദൈവം അവരുടെ സഹായത്തിനായി അവർ ചെന്നപ്പോൾ തന്നെ അവിടെ പ്രവർത്തിച്ചു. അവർ ചെല്ലും മുമ്പ് തന്നെ കല്ല് ഉരുട്ടി മാറ്റിയിരുന്നു. വിശ്വാസത്താൽ നാം ഒരു സ്റ്റെപ്പ് എടുത്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് നമ്മുടെ വിശ്വാസമായി പരിണമിക്കട്ടെ. ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഇന്ന തടസ്സങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് നാം ആരും പറയരുത്. പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം ഈ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. 5-ാം വാക്യത്തിൽ അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ ഒരു വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ, ഒരു ദൈവദൂതൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇവരാകെ ഭയപ്പെട്ടു പോയി. ഇവരോട് ആ ദൂതൻ പറഞ്ഞു, നിങ്ങൾ നസ്രായനായ യേശുവിനെ അന്വേഷിക്കുന്നു. അതൊക്കെ ഈ ദൂതൻ അറിയാം. ഇവരാരെ അന്വേഷിച്ചാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ ദൂതൻ അവരുടെ മനസ്സിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അയാൾ പറഞ്ഞു, നിങ്ങൾ ക്രൂശിക്കപ്പെട്ട നസ്രായന യേശുവിനെ അന്വേഷിച്ചാണ് വന്നത് എന്ന് എനിക്കറിയാം. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല. അവനെ വെച്ച സ്ഥലം ഇതാണ്. അവൻ എവിടുന്ന് പോയി കഴിഞ്ഞു. ഈസ് റിസൺ. അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ഈ ദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം. ഈ പത്രോസിനോടും എന്തുകൊണ്ടാണ് ഇടയ്ക്ക് അവിടെ വെച്ചിരിക്കുന്നത്? മറ്റ് ശിഷ്യന്മാരോട് മാത്രം പറഞ്ഞാൽ പോരെ? മറ്റ് ശിഷ്യന്മാരുണ്ട്, 11 പേരുണ്ട്, അവരോട് പറഞ്ഞാൽ പോരെ? എന്നാൽ ആ 11-ൽ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. അത് പത്രോസിന്റെ പേരാണ്. എന്തുകൊണ്ടാണ് പത്രോസിന്റെ പേര് അവിടെ ദൂതൻ പറഞ്ഞത്? കാരണം നമുക്കറിയാം, പത്രോസാണ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞത്. നിരാശപ്പെട്ട് ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുന്ന, ഒരല്പം ലജ്ജയോടെ തനിക്ക് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരു പത്രോസ്, നീ ചെന്ന് ശിഷ്യന്മാരോടും പ്രത്യേകാൽ പത്രോസിനോടും പറയണം. ഞാനും നിങ്ങളും ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ പെട്ടെന്ന് കൈയൊഴിഞ്ഞ് കളയത്തില്ല. God will not disown you when you are in difficulty, when you are in trouble, when you are discouraged.
നിങ്ങളെക്കുറിച്ച് ദൈവം കരുതുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അവൻ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ പേര് ദൈവം മറന്നു പോകുന്നില്ല എന്നുള്ള കാര്യം ഇന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ടാണ് പീറ്റർ പത്രോസിനോടും പറയണം കേട്ടോ എന്ന് പറയുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു. എന്താണ് അതിൻ്റെ പ്രാധാന്യം? റിസറക്ഷന്റെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിച്ചെഴുന്നേറ്റ് വന്ന ക്രിസ്തു നിത്യതയിൽ ദൈവരാജ്യത്തിൽ അവിടുന്ന് ഭരണാധിപനായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ ഉയർന്നെഴുന്നേറ്റു എന്നുള്ളത്. അത് ഉറപ്പു തരുന്ന കാര്യമാണ്. അവിടുന്ന് നിത്യതയിൽ ദൈവരാജ്യത്തിൽ യേശു ആയിരിക്കും ഭരണം നടത്തുന്നത്. രണ്ടാമത് ഉള്ള പ്രത്യേകത, ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യേകത, ഞാനും നിങ്ങളും, നാം ഓരോരുത്തരും, നമുക്കും ക്രിസ്തുവിൽ കൂടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഞാനും നിങ്ങളും, ക്രിസ്തുവിൽ ജീവിക്കുന്ന നാമും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഉറപ്പാണ് ഈ പുനരുത്ഥാനം നമുക്ക് നൽകുന്നത്. മൂന്നാമത്, യേശുവിനെ മരിച്ചവരിൽ നിന്നും എഴുന്നേൽപ്പിച്ച ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി വ്യാപരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 1-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 19 മുതലുള്ള വചനങ്ങൾ വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 19 ഓൺവേർഡ്സ് വായിക്കാം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. ഇവിടെ നോക്കുക, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആ ദൈവത്തിന്റെ വലിയ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് മാത്രമല്ല, പൗലോസ് പറയുന്നു, ആ ശക്തി നിങ്ങളെയും ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കും. ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചും ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് മതിയായതാണ്. നമ്മെ ജീവിപ്പിച്ച് ശക്തിപ്പെടുത്തി ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഈ റിസറക്ഷൻ പവർ മതിയായതാണ്. നാം ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിക്കായി ദൈവത്തോട് വീണ്ടും ആവശ്യപ്പെടുകയും ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവമേ, എന്നിൽ തന്നെ എനിക്ക് ശക്തിയില്ല, എന്നാൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവിടുത്തെ ഈ വലിയ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ എന്നെ നിറച്ച്, ദൈവമേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. അത് 16-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സസ് 9 to 14. അവിടെ യേശു ശിഷ്യന്മാർക്കും മറ്റു പലർക്കും പ്രത്യക്ഷനാകുന്ന ഭാഗമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെയുള്ള ചില വചനങ്ങൾ, അതായത് 9 മുതൽ 12 വരെയുള്ള വചനങ്ങൾ വായിക്കാം. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന അവനോട് കൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരുന്നവരോട് അറിയിച്ചു. അവൻ ജീവനോടിരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടാറെ വിശ്വസിച്ചില്ല. പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. ഈ ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ യേശു പലർക്കും അപ്പിയർ ചെയ്യുന്നു, പ്രത്യക്ഷനാകുന്നു എന്ന് കാണാൻ സാധിക്കും. ആദ്യം പ്രത്യക്ഷനായത് മഗ്ദലക്കാരത്തി മറിയയ്ക്കായിരുന്നു. ഈ മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് പറഞ്ഞാൽ, അവളുടെ ഭൂതകാലം, കഴിഞ്ഞ കാലം അത്ര നല്ലതായിരുന്നില്ല. 7 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട ഒരു സുബോധമില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു. പൈശാചിക ബന്ധനത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. യേശു അവളോട് കരുണ കാണിച്ചു, അവളെ സൗഖ്യമാക്കി, അവളുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യബോധവും നൽകി. അവൾ യേശുവിനെ അനുഗമിക്കുന്നു, യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ യാത്ര തിരിക്കുന്നു. യേശുവിന്റെ ആ ടീമിൽ മഗ്ദലക്കാരി ഉണ്ടായിരുന്നു. ആ മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് യേശു ആദ്യം പ്രത്യക്ഷനാകുന്നത്. കാരണം അത്രയധികം അവൾ കടപ്പെട്ടവളാണ്. തന്നെ വിടുവിച്ചു, തന്നെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചു, നോർമൽ ലൈഫിലേക്ക് സുബോധമുള്ളവളാക്കി മാറ്റി. യേശുവിനോടുള്ള സ്നേഹവും ഭക്തിയും അവൾക്ക് വളരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രൂശിന്റെ അരികത്തും പിന്നീട് യേശുവിനെ അടക്കം ചെയ്ത സ്ഥലത്തും ഒക്കെയും മറ്റു സ്ത്രീകളോടൊപ്പം മഗ്ദലക്കാരിയും ചെന്നു. ആ മഗ്ദലക്കാരത്തെ മറിയയ്ക്കാണ് യേശു ആദ്യം പ്രത്യക്ഷനായത്. നാം ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുത്താൽ, അവനെ സ്നേഹിച്ചാൽ, കർത്താവ് നമ്മയും വിലമതിക്കും എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. അതിനുശേഷം യേശു പലർക്ക് പ്രത്യക്ഷനായി. 12-ാം വാക്യത്തിൽ യെരൂശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, ക്ലെയോപ്പാവും മറ്റൊരാളും,
അവർക്ക് യേശു പ്രത്യക്ഷനായി. ആ ഭാഗം നമുക്കറിയാം. അത് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ദീർഘമായി അത് പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കത് പരിചയമുള്ളത് കൊണ്ട് നാം ഇപ്പോൾ അത് വായിക്കുന്നില്ല. അവിടെ യേശു അവർക്ക് പ്രത്യക്ഷനായി, അവരോട് സംസാരിച്ചു, അവരുടെ കണ്ണ് തുറന്നു, അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്ന് അവർ തന്നെ പിന്നീട് സാക്ഷ്യം പറയും. അതിനുശേഷം 11 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി. അത് 14 വാക്യത്തിലുണ്ട്. നമുക്ക് 14 വാക്യത്തിൽ നോക്കാം. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും യേശു ശാസിച്ചു. മറിയ മഗ്ദലക്കാരി വന്ന് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന്റെ വർത്തമാനം കേട്ടു, മനസ്സിലാക്കി, കല്ലറയിൽ യേശു ഇല്ല, ഈ കാര്യം പറഞ്ഞു. പക്ഷേ ഈ 11 പേർ വിശ്വസിച്ചു. പിന്നീട് എമ്മൗസിലേക്ക് പോയ 2 പേർ മടങ്ങി വന്ന് ഇതേ കാര്യം അവരോട് പറഞ്ഞു. അവർ വിശ്വസിച്ചില്ല. അതിന്റെ ഫലമായി യേശു പിന്നീട് പ്രത്യക്ഷനായപ്പോൾ 11 പേരെ ശാസിച്ചു. അവരെ വഴക്കു പറഞ്ഞു. അവരുടെ അവിശ്വാസം, അവരുടെ കഠിന ഹൃദയം, ഇവയെ യേശു ശാസിച്ചു. ദൈവമക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ദുഃഖത്തോടെയാണ് യേശു നോക്കുന്നത്. ദൈവത്തിന്റെ വചനം വിശ്വസിക്കാനും ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനും നമുക്ക് ഈ കാലങ്ങളിൽ ഇടയാകട്ടെ. കഠിന ഹൃദയം മാറി ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്ന, ദൈവവചനത്തെ ഭയപ്പെടുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കട്ടെ. പിന്നീട് നാം 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ വായിക്കുന്നു. അതിൻ്റെ 4 മുതൽ 6 വരെ വായിച്ചാൽ അവിടെ അതും കൂടെ വായിക്കാം. 1 Corinthians chapter 15 verses 4 onwards. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ നാം കാണുന്ന കാര്യം, 500-ലധികം ശിഷ്യന്മാർക്ക് ഒരേ സമയത്ത് യേശു പ്രത്യക്ഷനായി. ഞാൻ പറഞ്ഞു വരുന്നത്, യേശു ചുരുക്കം പേർക്ക് ആദ്യം പ്രത്യക്ഷനായി, പിന്നെ 500-ൽ കൂടുതൽ പേർക്ക് പ്രത്യക്ഷനായി. 8-ാം വാക്യത്തിലൂടെ പറയുന്നു, കൊരിന്ത്യരിൽ ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും യേശു പ്രത്യക്ഷനായി എന്ന് പൗലോസ് പറയുന്നു. ഇങ്ങനെ അനേകം പേർക്ക് യേശു പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുകയും ചെയ്തു. നമുക്ക് 4-ാം ഭാഗത്തിലേക്ക് വരാം. അത് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന മഹാനിയോഗം അഥവാ ഗ്രേറ്റ് കമ്മീഷനാണ്. 16-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ അത് നമുക്ക് വായിക്കാം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഈ വചനങ്ങൾ യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ അഥവാ മഹാനിയോഗമാണ്. ഇവിടെ യേശു കൽപ്പിക്കുകയാണ്, യു ഗോ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. നിങ്ങൾ ഭൂലോകത്തിലെങ്ങും പോയി സകല സൃഷ്ടിയോടും സകല ജനതകളോടും ഈ സദ്വർത്തമാനം പ്രസംഗിക്കുകയും. അതുകൊണ്ട് ആ മഹാനിയോഗം എനിക്കും നിങ്ങൾക്കും, എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഓരോ അളവിൽ നമുക്ക് ലഭ്യമാണ്. നാം സുവിശേഷവുമായിട്ട് മറ്റുള്ളവരെ മീറ്റ് ചെയ്യാനും മറ്റുള്ളവരെ അനുഗ്രഹിപ്പാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ കൽപ്പനയെ നാം ആരും അവഗണിക്കുവാൻ പാടില്ല. അത് ഓപ്ഷണലായി ഐച്ഛികമായ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതല്ല. അത് എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്. നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക. നമുക്ക് ചെയ്യാവുന്ന അളവിൽ നാം അത് ചെയ്യുവാൻ മനസ്സുവെക്കണം. കാരണം നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്ദേശവാഹകരാണ്. വി ആർ ഗോഡ്സ് മെസ്സഞ്ചേഴ്സ്. മിഷൻസ് എന്ന് പറയുന്നത്, സുവിശേഷം അറിയിക്കുവാനുള്ള ആ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷം ലോകത്തെമ്പാടും ആഗോള തലത്തിൽ പ്രസംഗിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ആരും രക്ഷിക്കപ്പെടാതെ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ യേശു പറയുന്നു, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. രക്ഷയ്ക്കുള്ള മാർഗമല്ല സ്നാനം, ഇവിടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വിശ്വസിക്കുന്നവൻ, രക്ഷാകരമായ സേവിങ് ഫെയ്ത്ത് ആണ് ഒരുവനെ രക്ഷിക്കുന്നത്.
എന്നാൽ സ്നാനം യേശുവിനെ അനുസരിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ്. യേശുവിൻ്റെ കൽപ്പനയായ ഈ വചനം ഏറ്റെടുത്ത് അതിൻ്റെ അനുസരണം നിവർത്തിക്കുന്ന ഒരു കാര്യമാണ് സ്നാനം എന്ന് പറയുന്നത്. സ്നാനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്നാൽ സ്നാനത്തിൽ കൂടെ അല്ല ആളുകൾ രക്ഷിക്കപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് രക്ഷിക്കപ്പെട്ടവർക്കുള്ള അനുസരണത്തിന്റെ ഒരു കൽപ്പനയാണ്. രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്നാനമേൽക്കണം. അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവർക്ക് നിങ്ങൾ സ്നാനം കൊടുക്കണം, നിങ്ങൾ അവരെ വെള്ളത്തിൽ മുക്കി സ്നാനം കഴിപ്പിക്കണം. അത് രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് തെളിവും അടയാളവുമായി ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഒരു അടയാളമാണ് ഈ സ്നാനം എന്നുള്ളത്. ചില നൂറ്റാണ്ടുകളിൽ ഈ സത്യങ്ങളൊക്കെയും മറഞ്ഞു കിടക്കുകയായിരുന്നു. ബൈബിൾ പോലും ക്രിസ്ത്യാനികളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഈ വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള സത്യം അവർക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ അറിയാതെ ജീവിച്ചവരെ സംബന്ധിച്ച് ദൈവം അവർക്ക് പ്രത്യേക പ്രൊവിഷൻ കൊടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ അറിഞ്ഞവരായ നമ്മെ സംബന്ധിച്ച് സ്നാനമേൽക്കുക എന്നുള്ളത് ഏറ്റവും മുഖ്യമായ ഒരു കാര്യമാണ്. അത് രക്ഷിക്കപ്പെട്ടവർക്കുള്ള അനുസരണത്തിന്റെ ആദ്യത്തെ ഒരു പടിയാകുന്നു. 17-18 വാക്യങ്ങൾ നോക്കുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇനി പറയാൻ പോകുന്ന ഈ 5 വിധത്തിലുള്ള അടയാളങ്ങൾ ഈ മഹാനിയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് സഭയിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ട കാര്യങ്ങളായിട്ടല്ല, മറിച്ച് മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ, അതുമായിട്ട് പുറപ്പെട്ടു പോകുന്ന ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സുവിശേഷീകരണം ചെയ്യുന്നവർക്ക് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ദൈവം കൊടുത്ത അടയാളങ്ങളാണ് ഇവ. ദിസ് ഇസ് ഫോർ ഇവാഞ്ചലിസം ആൻഡ് ഫോർ ദ ഗ്രേറ്റ് കമ്മീഷൻ. ആ മഹാനിയോഗം നിവൃത്തീകരിക്കുവാൻ വേണ്ടി അയക്കപ്പെടുന്നവർക്ക് നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ഈ വചനത്തെ തെളിയിച്ചു കൊടുക്കാനായിട്ട്, ഈ വചനത്തെ ഉറപ്പിക്കുവാനായിട്ട് ദൈവം പല പല അടയാളങ്ങൾ കൊടുക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ആളുകൾക്ക് മനസ്സിലാകുന്ന പുതിയ ഭാഷകളിൽ അവർ സംസാരിക്കും. പുതിയൊരു സ്ഥലത്ത് ചെന്നാൽ അവർ ആ ഭാഷയിൽ സംസാരിക്കും. അല്ലെങ്കിൽ അവർ വേഗം ആ ഭാഷ പഠിച്ചത് സംസാരിക്കും. അതിനുള്ള പ്രത്യേക കൃപ ദൈവം കൊടുക്കും. അതും ഒരടയാളമാണ്. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. ഇത് സംരക്ഷണത്തിനുള്ള ഒരു സൈനാണ്, ഒരടയാളമാണ്. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പോകുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാം. നമുക്കറിയാം, ചിലരൊക്കെ ഈ ക്രിസ്ത്യാനികളായപ്പോൾ അവരുടെ ബന്ധുക്കൾ അവർക്ക് വിഷം കൊടുത്തു, ഇവർ മരിച്ചു പോകട്ടെ എന്ന് കരുതി. എന്നാൽ ആ വിഷം കുടിച്ചിട്ട് അവർ മരിച്ചില്ല. അത് ദൈവത്തിന്റെ ഒരു സംരക്ഷണമായിരുന്നു. അതൊരു സൈനായിരുന്നു, ഒരു അടയാളമായിരുന്നു. ചിലപ്പോൾ നമുക്കറിയാം, ഒരിക്കൽ പൗലോസ് തന്റെ യാത്രയിൽ തൻ്റെ കയ്യിൽ ഒരു അണലി കടിച്ചു തൂങ്ങി. പക്ഷേ അദ്ദേഹം വിഷബാധയേറ്റ് താഴെ വീണില്ല, മരിച്ചുപോയില്ല. അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അതുപോലെ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്നും പറഞ്ഞു. ഇങ്ങനെയുള്ള അനേകം വേദഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ പറയുന്ന എല്ലാ അടയാളങ്ങളും ദൈവം ചെയ്തത്. അതിൻ്റെ നമ്മുടെ ഈ ഭാഗത്ത് മർക്കോസ് 16-20 വാക്യത്തിൽ കാണാൻ സാധിക്കും. അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. എന്തിനു വേണ്ടിയാണ് ഈ അടയാളങ്ങൾ ക്രിസ്തു പ്രഖ്യാപിച്ചത്? ഈ അടയാളങ്ങൾ ഉപയോഗിച്ചാണ് ദൈവവചനത്തിന് ഉറപ്പ് ലഭിക്കുന്നത്. കേൾക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് യേശുവിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അവർ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഇന്ത്യയിൽ 33 കോടി ദൈവങ്ങളുണ്ട്. അവരുടെ അടുത്ത് ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ ക്രിസ്തുവിനെ അടുത്ത ഒരു ദൈവമായിട്ട് അവർ അംഗീകരിക്കും. പക്ഷേ ക്രിസ്തു മാത്രമാണ് ദൈവം എന്നവർക്ക് ബോധ്യം വരണമെങ്കിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ക്രിസ്തുവാണ് ദൈവമെന്നും ഈ വചനം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്നും അവർക്ക് മനസ്സിലാകും. അങ്ങനെയാണ് സുവിശേഷം പ്രചരിക്കുന്നത്, പ്രസംഗിക്കുന്നത്. വടക്കേ ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും ഇന്നും ദൈവദാസന്മാർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പറഞ്ഞുള്ള സയൻസും ഒക്കെ സംഭവിക്കാറുണ്ട്. നമുക്ക് 2 വചനങ്ങൾ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. പിന്നെ 7-8 വചനങ്ങൾ വായിക്കാം. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ,
ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. നോക്കുക, യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഇങ്ങനെയുള്ള അടയാളങ്ങൾ പ്രവർത്തിക്കാനുള്ള അധികാരം കൊടുത്താണ് അവരെ അയക്കുന്നത്. അവർ ചെന്നിടത്തൊക്കെയും ഗ്രാമങ്ങളിൽ അവർ ഇതൊക്കെയും പ്രവർത്തിച്ചു. അനേകം പേർക്ക് സൗഖ്യം വന്നു, അനേകം ഭൂതങ്ങൾ വിട്ടുപോയി. അങ്ങനെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, എൻ്റെ പിന്നാലെ, ഞങ്ങളുടെ പിന്നാലെ ഒരു ഗുരു വരുന്നുണ്ട്, അത് യേശുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചു. യേശുവിനെ വിശ്വസിക്കാനും ഒക്കെ അവർക്ക് സാധിച്ചത് ഇങ്ങനെയുള്ള ഈ അത്ഭുതങ്ങളിൽ കൂടെ ആയിരുന്നു. ഇന്നും ദൈവം അത് പ്രവർത്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 1-2 വാക്യങ്ങളിലും പിന്നെ 7-8 വാക്യങ്ങളിലും പത്രോസ് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ വലിയ അത്ഭുതങ്ങൾ നടന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവൻ ഭിക്ഷ യാചിപ്പാനായിട്ട് ഇരുത്തുക പതിവുണ്ടായിരുന്നു. പത്രോസ് 7-ാം വാക്യം, അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദൈവാലയത്തിൽ കടന്നു. അത് വലിയൊരു സൈനായിരുന്നു, വലിയൊരു അടയാളമായിരുന്നു. യഹൂദന്മാർക്ക് ഒന്നും എതിർ പറയാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ഒരു അത്ഭുത സൗഖ്യം അവിടെ സംഭവിച്ചു. പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, നസ്രായനായ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അവൻ മൂലമാണ്, അവന്റെ നാമത്തിലാണ് ഈ സൗഖ്യമൊക്കെ നടന്നത്, ഞങ്ങളുടെ കഴിവൊന്നും അല്ല എന്ന് പത്രോസ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷണത്തിൽ, ഇവാഞ്ചലിസത്തിന്റെ മേഖലയിൽ, മിഷൻ വേലകളിൽ ഇന്നും ദൈവം ഈ അടയാളങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നാം ഒരിക്കലും ഈ അടയാളങ്ങളുടെ പേര് പറഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കരുത്. അല്ലെങ്കിൽ സ്വാഭാവികമായ പ്രകൃതിയുടെ നിയമങ്ങളെ ലംഘിച്ച് 10-ാം നിലയിൽ ഞാനൊന്ന് ചാടി നോക്കട്ടെ വല്ലതും സംഭവിക്കുമോ എന്നൊന്നും പറഞ്ഞ് നിയമങ്ങളെ തെറ്റിച്ച് നാം ദൈവത്തെ പരീക്ഷിക്കുവാൻ ഒരിക്കലും ഒരുങ്ങരുത്. രാത്രിയിൽ ഇരുട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ടോർച്ച് ഉണ്ടെങ്കിൽ ടോർച്ചും കൊണ്ട് പോകണം, പാമ്പ് കടിച്ചാൽ കടിക്കട്ടെ എന്ന് നാം പറയരുത്. നമുക്ക് സാധ്യമായ കെയറൊക്കെ എടുത്ത് വേണം നാം ജീവിക്കുവാൻ. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും തൻ്റെ സമയത്ത് തൻ്റെതായ രീതിയിൽ താൻ അത് പ്ലാൻ ചെയ്ത് ചെയ്യും എന്നുള്ളത് നാം വിശ്വസിക്കേണ്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസം കേന്ദ്രീകൃതമായിരിക്കുന്നത്, അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും അല്ല എന്നുള്ളതാണ് അതിൽ മുഖ്യമായ വിഷയം. നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. 19-ഉം 20-ഉം വാക്യങ്ങൾ, മാർക്ക് 16:19-20 വായിക്കാം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് താൻ പോയി ആ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ കുറച്ചുകൂടെ വിശദീകരിച്ചുള്ള ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, ഇതിന്റെ ഒരു പാരലൽ പാസേജ് ആണ്. ലൂക്കോസ് 24, 50-ഉം 51-ഉം വാക്യങ്ങൾ കൂടെ വായിക്കാം. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. ഇങ്ങനെയാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. ബഥാന്യയിൽ വരെ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. മേഘത്തിൽ യേശു എടുക്കപ്പെട്ടു എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ക്രിസ്തു ഉയർത്തപ്പെടുന്നു. ക്രിസ്തു സ്വർഗത്തിലേക്ക് പിതാവിന്റെ അടുത്തേക്ക് പോയി പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്നാണ് നാം മർക്കോസിന്റെ 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പോയി ഇരിക്കേണ്ടിയിരുന്നത്? എന്തുകൊണ്ടാണ് ഇരുന്നത് എന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഒന്ന്, ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ പ്രവൃത്തി തികച്ചു. ഇനിയും തനിക്ക് ഇരിക്കാൻ സാധിക്കും. താൻ അതുവരെ നടന്ന് ഓടിയും അധ്വാനിച്ച് പ്രവർത്തിച്ചു. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ നിവർത്തിച്ചു. അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇനി പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുവാനുള്ള അവസരം പിതാവ് കൊടുത്തു. രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് സമത്വം തനിക്ക് വീണ്ടും പിതാവ് കൊടുത്തു. അവിടെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരുത്തപ്പെടുന്നു. മൂന്നാമത്, തൻ്റെ ആ രാജത്വത്തിന്റെ സ്ഥാനാരോഹണം, താൻ രാജാവായി അംഗീകരിക്കപ്പെട്ടു, അവരോധിക്കപ്പെട്ടു. പിതാവ് അവനെ രാജാവായി അംഗീകരിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നു. നാം ഈ അധ്യായത്തിന്റെ പഠനം, മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പഠനം അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് പറഞ്ഞാൽ, മർക്കോസ് ക്രിസ്തുവിന്റെ ശക്തിയെക്കുറിച്ച് ഊന്നി പറയുന്നു. അതുപോലെ അവിടുത്തെ ഒരു ദാസനായിട്ടുള്ള തൻ്റെ ശുശ്രൂഷയെയും അവിടെ
മർക്കോസ് ഊന്നി പറയുന്നു. ക്രൈസ്റ്റ് പവർ ആസ് വെൽ ആസ് ക്രൈസ്റ്റ് സെർവൻഹുഡ്. യേശു ഒരു ദാസനായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, മനുഷ്യർക്കും ഒരു ദാസനായി സേവനം ചെയ്തു. ഇന്ന് നാം ഓരോരുത്തരും ക്രിസ്തു ചെയ്തതുപോലെ അവിടുത്തെ ദാസന്മാരായി ക്രിസ്തുവിന്റെ സേവ ചെയ്യാനും അവന്റെ വേലയിൽ വ്യാപരിക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. നാം കേട്ട ഈ വചനങ്ങളെ, അതിൽ കൂടെ ക്രിസ്തുവിൽ കൂടെ ലഭിച്ച ഉപദേശങ്ങളും ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിച്ച മൂല്യങ്ങളും ആത്മീയ സത്യങ്ങളും നമുക്ക് വീണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ ഭാഗങ്ങൾ വീണ്ടും നാം വായിക്കുകയും ഈ കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.